നവരാത്രി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് എല്ലാ തവണയും നമുക്ക് നല്ല രസകരമായിട്ടുള്ള റിലീസുകൾ കിട്ടാറുണ്ട്. ഇത്തവണ തമിഴിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു OTT റിലീസായിട്ട് ഒരു ഫിലിം റിലീസായിട്ടുണ്ട്. അത് ഒരുപാട് വർത്തമാനങ്ങൾ വന്നൊരു സിനിമയാണ്. കാരണം ജ്യോതികയുടെ 50ാമത്തെ സിനിമ തുടങ്ങുമ്പോഴും അവസാനത്തെ എഴുതി കാണിക്കുമ്പോഴും ഒക്കെ ജോ 50 എന്നുള്ളൊരു വർത്തമാനമാണ് ബാക്കിയുള്ള താരങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുമ്പ് തന്നെ ഈ സിനിമയുടെ ഒരു വർത്തമാനത്തിൽ എഴുതി കാണിക്കുന്നത്. മാത്രമല്ല ദേ ഹാവ് ഐ തിങ്ക് ഒരു 4 സിനിമയോളം ഈ ഒരു ആമസോൺ പ്രൈം വീഡിയോ എന്ന സ്ട്രീമിംഗ് സർവീസിൽ ചെയ്യും എന്നുള്ളൊരു ഒരു പാക്കേജ് ഉണ്ട്. അങ്ങനെ ഒരു ഡീൽ സൂര്യയുടെയും ജ്യോതികയുടെയും ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിക്ക് ഓൾറെഡി ഉണ്ട്. സോ ശശികുമാർ ആൻഡ് സമുദ്രകനി എന്ന് പറയുന്ന 2 ആർട്ടിസ്റ്റുകൾ ചേർന്ന് അവരുടെ കൊളാബറേഷനിൽ വളരെ രസകരമായിട്ടുള്ള കുറെ സിനിമ വന്നിട്ടുണ്ട്. ഉടൻ പിറപ്പ് പറയുന്ന ഇന്ന് റിലീസായ സിനിമ അതിന്റെ കൂട്ടത്തിൽ എവിടെ റാങ്ക് ചെയ്യും എന്നുള്ളത് ഡെഫിനറ്റ്ലി നോട്ട് അറ്റ് ദ ടോപ്പ്, മേ ബി സംവെയർ ഇൻ ദ മിഡിൽ എന്ന് വേണമെങ്കിൽ പറയാം. സോ ലെറ്റ്സ് ഗെറ്റ് ടോക്കിംഗ് അബൌട്ട് ദ ഫിലിം. സിനിമ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ ഫസ്റ്റ് വൈബ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഷോട്ട് തന്നെ ശരിക്കും നമ്മളെ ആ ഒരു സിനിമയിലേക്ക് ഇൻവോൾവ് ചെയ്യുന്ന രീതിയിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടും അതിന്റെ ഒരു ക്യാമറ പ്ലേസ്മെന്റ് കൊണ്ടും ഒക്കെ കൃത്യമായിട്ട് സാധിക്കുന്നത്. വെരി ഫസ്റ്റ് ഷോട്ട് നമ്മൾ ആ സിനിമയിൽ ഇൻടു ആണ്. അതായത് സമയമെടുത്ത് സിനിമയുടെ മൂഡ് വരിക എന്നൊരു ടൈമേ എടുക്കുന്നില്ല. യു ആർ ഓൾറെഡി ഇൻ ദ ഫിലിം. സിനിമയിലെ ഒരു മൂഡ് സെറ്റാണ്. എനിക്ക് ആദ്യം നായക സ്ഥാനത്ത് നിൽക്കുന്ന ആരാണ് നായക സ്ഥാനത്ത് എന്ന് പറയാൻ പറ്റില്ല. ഈ 3 കഥാപാത്രങ്ങളും, അതായത് ജ്യോതികയുടെ മാതകി പറഞ്ഞതും വാദ്യാരായിട്ട് സമുദ്രകനിയും ആൻഡ് അവരുടെ ചേട്ടന്റെ കഥാപാത്രമായിട്ട് ശശികുമാർ, അവർ 3 പേരും ഒരുപോലെ നായക സ്ഥാനത്ത് എന്ന് പറയാം. പക്ഷെ ഫസ്റ്റ് ആ താടിയൊക്കെ വെച്ച് ശശികുമാർ വരുന്ന ലുക്കൊക്കെ കണ്ടൊരു ഒരു മാസ് സിനിമ, അതായത് തിയേറ്ററിൽ കൈയടിച്ച് പേപ്പറൊക്കെ പറത്തി കാണുന്ന ഒരു ഫാൻസുകാർക്ക് ആസ്വദിക്കാവുന്ന ഒരു സിനിമയുടെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ സിംബുവിന് പല സമയത്ത് അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, സിംബുവും ശശികുമാറും ചേട്ടനും അനിയനുമായിട്ട് ഒരു സിനിമ അത്യാവശ്യം മാസ് എലിമെന്റ്സ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ they will be actually ഒരു പ്രിറ്റി സിങ്ക് ആയിട്ട് തന്നെ പോകുമെന്ന് പറയുന്ന ഒരു ഫീൽ അതിന്റെ ആദ്യത്തെ ഷോട്ട്സിൽ നിന്ന് കിട്ടി. സി, ഈ സിനിമയുടെ ഒരു 1 ലൈൻ അതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ അതിനേക്കാളും പുറത്ത് വലിയ ആക്ഷനോ അല്ലെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നുമല്ല ഇതിന്റെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഈ 2 കുടുംബങ്ങൾ, 2 കുടുംബം അല്ല, ഒരു കുടുംബത്തിൽ തന്നെ ഒരു പിണക്കം വന്ന് നിന്നിട്ട് ഇവർ മാറി നിൽക്കുന്നതിന് ട്രെയിലറിൽ നിന്ന് മനസ്സിലാവുന്നതിന് ഹോപ്പ്ഫുള്ളി ദാറ്റ്സ് നോട്ട് എ സ്പോയിലർ. അപ്പോൾ ഈ 2 കുടുംബങ്ങൾക്കും ഇവരുടെ തമ്മിലുള്ള ഒരു ഫാമിലി പ്രോബ്ലംസിന്റെ ഒരു പ്രശ്നം, ഒരു പരിധി വരെ ഇവരുടെ ഫാമിലി പ്രോബ്ലംസിന്റെ ആ ഒരു മൂഡ് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഇമോഷൻസ് വരുമ്പോഴത്തേക്കും, പ്രോബ്ലംസ് അല്ല, ആ ഒരു എന്താ പറയാ ചേട്ടൻ അനിയത്തി അങ്ങനെയൊക്കെ പറയുന്ന ഇമോഷൻസ് വരുമ്പോഴത്തേക്കും എവിടെയൊക്കെയോ നമുക്ക് ആ ഒരു വാത്സല്യത്തിന്റെ ഒരു ചെറിയൊരു മൂഡ് ഹിറ്റ് ചെയ്യും, വിച്ച് ഇസ് എ ഗുഡ് തിങ്. കാരണം വാത്സല്യം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. ബട്ട് ദ പ്രോബ്ലം ദാറ്റ് മെയിൻലി സ്ട്രക്ക് വാസ് ആ ഇമോഷൻസ് കൊഞ്ചം ജാസ്തിയാ ഓവർ ആയിപ്പോയി എന്നൊരു സാധനം. അതിലേക്ക് വരാം. ബട്ട് അതിനു മുമ്പ് നമുക്ക് ആ പ്രധാനപ്പെട്ട 3 കഥാപാത്രങ്ങളുടെയും ആക്ടിംഗ് പെർഫോമൻസിലേക്ക് വരാം. ശശികുമാർ സോളിഡ്, ജ്യോതിക ഫെന്റാസ്റ്റിക്, സമുദ്രകനി വളരെ ഒരു ബ്ലാങ്ക് ഫേസോട് കൂടി എല്ലാം നിയമത്തിന്റെ വശം എന്നൊക്കെ പറയുന്ന ഒരുപാട് വികാരം അങ്ങനെ പുറത്തേക്ക് കാണിക്കുന്ന സീനുകൾ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവസാനമൊക്കെ സമുദ്രകനി ആ ഒരു ഇമോഷണൽ ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിക്കുന്ന ഒരു സീൻ വരുമ്പോഴത്തേക്കും വളരെ അസലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. വി നോ ഈസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ അവര് 3 പേരും അവർ ചെയ്യേണ്ട ഒരു ജോലി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിന്റെ ഡയറക്ടർ അത്യാവശ്യം കൺട്രോൾഡ് ആയിട്ട് ആ ക്യാരക്ടറിനെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ആ നടന്മാരെ കൊണ്ട്, ആർട്ടിസ്റ്റുകളെ കൊണ്ട് അഭിനയിപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് എന്ന് വെച്ചാൽ പല സമയത്തും ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ സിനിമയുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് പല സീനുകളും എഴുതി ചേർത്തേക്കുന്നു. ഓക്കെ, അത് അഭിനയത്തിന്റെ കാര്യമല്ല, എഴുതി ചേർത്തേക്കുന്നത് സാധാരണ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ചില ചിന്തകൾക്ക് മുകളിലാണ്. എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് വിശ്വസിക്കാവുന്ന, കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് നടക്കും എന്ന് പറയുന്നതിന്റെ ഒരു വിശ്വാസത്തിന്റെ ഒരു ലൈൻ ഇതാണെങ്കിൽ ആ ലെവലിന്റെ മുകളിൽ കുറച്ച് ഇമോഷണൽ ഓവർഡോസ് ആയിപ്പോയി. ആ ഇമോഷണൽ ഓവർഡോസ് പലപ്പോഴും നമ്മൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുടെ മനസ്സിലേക്ക് എവിടെയെങ്കിലും തട്ടുപിടിക്കും. പക്ഷേ അങ്ങനെ ഓവറാ പോയിട്ടിരിക്കുമെന്ന് നമുക്ക് തോന്നുന്ന ഇമോഷണൽ സീൻ എഴുതി ചേർക്കുമ്പോഴും അത് പിക്ചർ ചെയ്തേക്കുന്നത് അതിന്റെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഉള്ള നല്ല ആർട്ടിസ്റ്റുകൾ അത് അഭിനയിച്ച് വരുമ്പോഴത്തേക്കും അവരുടെ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ഇമോഷൻസ് കാണുമ്പോഴത്തേക്കും നമുക്കും കണ്ടു നിറയും. നമുക്കറിയാം ഈ പറയുന്നത്, ഈ കാണിക്കുന്നത് കൊഞ്ചം ഓവറാ പോയിട്ടിരിക്കും. പക്ഷെ എങ്കിലും ആ ആർട്ടിസ്റ്റുകൾ അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തപ്പോൾ ആ സീനുകളിൽ എന്ത് ഇമോഷനാണ് കണ്ടിരിക്കുന്ന ആൾക്കാരിൽ കൊണ്ടുവരേണ്ടത് ആ ഇമോഷൻ വരുന്നുണ്ട്. അതായത് പല സമയത്തും നമുക്ക് അവരുടെ ആ ഒരു ഇമോഷൻസ് നമ്മളിലേക്ക് വരികയും നമുക്ക് ആ സന്തോഷം ഫീൽ ചെയ്യുകയും ചിലപ്പോൾ സങ്കടമാണെങ്കിൽ ആ കരച്ചിൽ കണ്ണിൽ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്.
വിച്ച് ഇസ് നൈസ്. കാരണം അത് ഡയറക്ടറിന്റെ വിജയമാണ്, ആർട്ടിസ്റ്റുകളുടെ വിജയമാണ്, ഒപ്പം ഡീമന്റെ മ്യൂസിക്കും അതിന്റെ കൂടെ സിങ്ക് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് ബാക്ക് ഓഫ് ദ മൈൻഡ് അറിയാം ഇത് കുറച്ച് ഈ പറയുന്ന പോലെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ കണ്ടിരിക്കുന്ന ആൾക്കാർ ആലോചിക്കും. അതാണ് ഈ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ശരിക്കുള്ള ലൈഫിൽ നടക്കാത്ത ചില കാര്യങ്ങൾ സിനിമയിൽ കാണിക്കാന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സുഖമുണ്ട്. അപ്പൊ എന്ന് പറയുന്ന പോലെ, അതായത് ചേട്ടന് വേണ്ടി എന്തും ചെയ്യുന്ന അനിയത്തി, അല്ലെങ്കിൽ അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ചേട്ടൻ, എല്ലാത്തിനും മുകളിൽ ഇവര് ചെയ്യുന്നതിൽ ഒരു നന്മയുണ്ട്. ആ ഒരു ബന്ധം, അതായത് ഫാമിലിക്കുള്ളിലെ നമ്മുടെ ഈ റിലേഷൻഷിപ്സിന്റെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലം. നമുക്കറിയാം നമ്മൾ എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ചില സമയത്ത് ഈ നമുക്ക് ലോജിക്കിന് നിരക്കാത്ത അത്രയും ആഴത്തിലാണോ ഈ ബന്ധം എന്നൊക്കെ നമ്മൾ ഒരു സൈഡിൽ ചിന്തിച്ചു. അത് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയിൽ കുറച്ചൊരു ഫ്രഷ്നെസ് അതിൽ വരുന്നില്ല. പക്ഷേ ഈ കലാകാരന്മാർ, അഭിനയിച്ച ആൾക്കാർ വളരെ മനോഹരമായിട്ട് അത് അഭിനയിച്ച് ഫലിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ആ ഓവറാ പോകുന്ന ഇമോഷനും നമുക്ക് അത്യാവശ്യം ദഹിക്കും. ഈ പറയുന്ന പോലെ ഭയങ്കര കല്ലുകടിയായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നത്. പ്രത്യേകം മെൻഷൻ പറയേണ്ടത് സൂരി ചെയ്ത കഥാപാത്രമാണ്. പുള്ളിക്കാരന്റെ ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുണ്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ക്യാരക്ടർ, പ്രത്യേകിച്ചും കൂടുതലും ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തുവെങ്കിലും ഇതിൽ സൂര്യയുടെ ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോകും. നമ്മൾ പല സമയത്തും സൂര്യയുടെ കഥാപാത്രത്തിന് കൈയടിക്കുന്ന ഒരു മാസ് സീൻസ് എലിമെന്റ്സ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ട്രീറ്റ്മെന്റിനെ പറ്റി ആദ്യം പറഞ്ഞു തുടങ്ങിയ പോലെ ഫാമിലി ഡ്രാമയാണ് ഇതിന്റെ ഫുൾ ഒരു നെയ്ത് ചേർത്തേക്കുന്നത്. അതായത് അവിടെ ഇവിടെ ഇവരുടെ ഈ ഒരു ഫാമിലിയിൽ കൂടാതെ ചിലപ്പോൾ ഈ പറയുന്ന ഒരു അവസാനം നമുക്കറിയാം, ഒബ്വിയസ്ലി രണ്ട് കുടുംബവും ഒരുപോലെ തിരിച്ചു വരും എന്നുള്ളത് ആദ്യം മുതൽ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിന് വരാൻ വേണ്ടിയുള്ള സിറ്റുവേഷൻസ് കുറച്ച് അവിടെ ഇവിടെ ചില മറ്റ് കഥാപാത്രങ്ങളും സോഷ്യൽ സിനാരിയോസും കൊണ്ടുവന്ന് ഇട്ടു എന്നുള്ളതല്ലാതെ, അതായത് സാധാരണ ഒരു പാറ്റേണിൽ ഇവർ തമ്മിൽ പ്രശ്നത്തിലാണ്, ആ പ്രശ്നങ്ങൾ ഇടയ്ക്ക് കൂടുതൽ പ്രശ്നമാവുന്നു, പിന്നീട് ആ പ്രശ്നങ്ങൾ സോൾവ് ആവുന്നു എന്നുള്ളത് നമുക്ക് അറിയാം. കണ്ടു തുടങ്ങുമ്പോഴേ എക്സ്പെക്ട് ചെയ്യുന്ന സാധനമാണ്. അത് എങ്ങനെ അതിന് വേണ്ടിയുള്ള സിറ്റുവേഷൻസ് ഇട്ട് വരുന്ന അല്ലാതെ വളരെ ആഴത്തിലുള്ള ഒരു വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ തിരിച്ച് അവരെ കട്ടയ്ക്ക് നിർത്തുന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് ക്യാരക്ടറില്ല. അത് ഭയങ്കര മോശമായിട്ട് ഇതിൽ ഭാവിക്കുന്നില്ല. പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനാരിയോസ് എല്ലാം നമ്മൾ കൈൻഡ് ഓഫ് എക്സ്പെക്റ്റഡ് ആണ്, അല്ലാതെ അതിലൊരു ഫ്രഷ്നെസ് എന്ന് പറയുന്ന ഒരു സാധനമല്ല. ആ ഒരു ഇമോഷണൽ ഡ്രാമയിൽ നിന്ന് ആ കുരി കഴിച്ചിട്ട് വേറൊരു തലത്തിൽ ഈ സിനിമ പോകുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു ഇമോഷണൽ ഡ്രാമ ആണെങ്കിൽ പോലും ആ സൂര്യയുടെ കഥാപാത്രം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരെയും ബൈൻഡ് ചെയ്യുന്ന രീതിയിൽ വളരെ കയ്യടി നേടുന്ന രീതിയിലുള്ള ഒരു സീൻ പുള്ളിക്കാരൻ അഭിനയിച്ചും അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇതിൽ ഹൈലൈറ്റ്. ഇമോഷണൽ കംപ്ലീറ്റ് ഡ്രാമയുടെ ഓവർഡോസ് ഉണ്ടെങ്കിൽ പോലും അതിനിടയിൽ ചില സീനുകൾ ഷൂട്ട് ചെയ്തേക്കുന്നത് ഒരു മാസ് തിയേറ്റർ ഓഡിയൻസിന്, തിയേറ്ററിലെ ആരാധകർ, ഫാൻസിന് വേണ്ടിയിട്ടുള്ള ചില സീനുകൾ ഒരു സൈഡ്, പ്രത്യേകിച്ച് ശശികുമാറിന്റെ കഥാപാത്രത്തിനൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സീനുണ്ട്. പക്ഷെ ആ ഒരു തുടക്കത്തിൽ കിട്ടുന്ന ആദ്യത്തെ ഒരു 25% സിനിമ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു മാസ് എലിമെന്റ് പതുക്കെ പിന്നീട് മിസ്സിംഗ് ആവുന്നു എന്നുള്ളത് മേ ബി സിനിമയുടെ ആ ഒരു എൻജോയബിലിറ്റി അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്നതിന്റെ ഫാക്ടറിനെ ചെറുതായിട്ടൊന്ന് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. സോ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ പറ്റി പറയുമ്പോഴത്തേക്ക് അങ്ങനെ എടുത്തു പറയത്തക്ക ഒരു സിനിമ നമ്മൾ കണ്ടിരിക്കുന്നു. ഒരിടത്തും അങ്ങനെ ഒരു മിസ്സിംഗ് ലിങ്ക് തോന്നത്തില്ല. പക്ഷെ ഒരിടത്തും നമ്മളിപ്പോൾ ജല്ലിക്കെട്ടൊക്കെ കണ്ടു കഴിയുമ്പോൾ ടെക്നിക്കൽസിനെ പറ്റി സംസാരിക്കാനുണ്ട്. ഇതിൽ അങ്ങനെ എടുത്തു പറയത്തക്ക മുഴച്ചു നിൽക്കുന്ന ഒരു ടെക്നിക്കൽ സാധനമില്ല. ഒന്നും മോശമല്ലാത്ത രീതിയിൽ ചേർത്ത് വെക്കുന്ന രീതിയിൽ അതിന്റെ ക്യാമറ വർക്കും മ്യൂസിക്കും എല്ലാം കൂടെ ഇറങ്ങി പോകുന്നുള്ളൂ. മ്യൂസിക്കിന് നമ്മൾ ഒരുപാട് കേട്ട് തഴമ്പിച്ച ഒരു മ്യൂസിക്കിന്റെ ഒരു ഫീൽ ഉണ്ട്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കൽ സൗണ്ട് അല്ല ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ വരുന്നത്. പക്ഷെ എങ്കിലും ഈ ഒരു മൂഡ് കൃത്യമായിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് പാസ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇപ്പൊ ക്യാമറയോ അല്ലെങ്കിൽ മ്യൂസിക്കോ മറ്റ് എഡിറ്റിങ്ങോ എന്നൊക്കെ പറയുന്ന എക്സ്ട്രാ ഓർഡിനറി സാധനം ഫീൽ ചെയ്യില്ല. പക്ഷെ നമുക്ക് ഒരിടത്തും ഒരു ബോർ ഇല്ലാത്ത രീതിയിൽ വളരെ സിങ്ക് ആയിട്ട് ഫ്ലോയിൽ ഇതിന്റെ ടെക്നിക്കൽസ് പോകുന്നുണ്ട്. ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ 3 താരങ്ങളും നല്ല ആക്ടേഴ്സ് ആണ്. പ്ലസ് സൂര്യയുടെ കഥാപാത്രം, ഈവൻ സിജ റോസിന്റെ ക്യാരക്ടർ, ഇവരെല്ലാവരും നന്നായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ കൊടുത്ത രീതിയിൽ മാന്യമായിട്ട് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇമോഷൻസ് ഇവിടം വരെ ആകാമെങ്കിൽ ചില എഴുതി വെച്ചേക്കുന്ന സിറ്റുവേഷൻസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നുള്ള രീതിയിൽ ഇമോഷൻസ് കുറച്ച് ഓവറാ അതിട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്. ആ ഇമോഷൻസ് പക്ഷേ ഈ കലാകാരന്മാരുടെ ഒരു മയത്തിൽ അത് മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇറ്റ്സ് നോട്ട് എ ഗ്രേറ്റ് ഫിലിം, ബട്ട് ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഈ പറഞ്ഞ പോലെ കണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഫാമിലിക്കോടിന് ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ്. ബട്ട് ഒരു ന്യൂ ഏജിൽ വളരെ സിനിമ എക്സ്പെരിമെന്റോട് കൂടി വളരെ ഡീപ്പർ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഹിറ്റ്സ് യു, ഇറ്റ് മേക്സ് എൻ ഇമ്പാക്ട്, ബട്ട് നോട്ട് എ വൺ വിച്ച് ഒരു 6 മാസം കഴിയുമ്പോഴും ഈ വർഷം ഇറങ്ങി ആ പടം, നമ്മൾ കർണൻ എന്ന സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഗംഭീരം എന്ന് പറയുന്ന ഒരു ഫാക്ടറിൽ ഇറ്റ്സ് എൻ ആവറേജ് ഫിലിം, ആവറേജ് പ്ലസ് ഫിലിം.
ബിക്കോസ് ആ ആക്ടേഴ്സ് അതിനെ മനോഹരമായിട്ട് പോർട്രേ ചെയ്ത് ആ ഇമോഷൻസിനെ കണ്ടിരിക്കുന്ന ആൾക്കാരിലേക്ക് എത്തിച്ചു എന്നുള്ളത് കൊണ്ട്. ഇല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് എ നോർമൽ വാച്ച്. സോ അതാണ് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. വേറെ എന്തെങ്കിലും മെയിൻ പോയിന്റ്സ് വിട്ടുപോയിട്ടുണ്ടോ കൂടെ ഇല്ല. ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. സോ വാച്ച് ഇറ്റ്. ഈ പറഞ്ഞ പോലെ പൂജ ഹോളിഡേ സമയമാണ്, പുസ്തകമൊക്കെ മാറ്റി വെച്ചിട്ട് ഫാമിലി ആയിട്ടിരുന്ന് കാണാം, ആസ്വദിക്കാം. ഇറ്റ്സ് എ ക്ലീൻ ഫിലിം. അങ്ങനെ വേറെ ഈ പറയുന്ന പോലെ ഭയങ്കര ഹെവി ആയിട്ടുള്ള കട്ട് ചെയ്യബിൾ സാധനങ്ങളൊന്നുമില്ല. സോ എൻജോയ് ദിസ് ഫിലിം ആൻഡ് ഡു ലെറ്റ് us know how much you love it or you like it. എന്താണ് നിങ്ങളുടെ ചിന്ത എന്നുള്ളത് അറിയിക്കാം. Until next time, this is RJ Vishnu signing off. Peace.